എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഐസ്ബർഗും ഫ്രാങ്കിയും അവർ രണ്ടുപേരും ചേർന്ന് ഉഷാറായിട്ട് ആ കപ്പൽ ഉണ്ടാക്കുകയാണ്. ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാതെ അവര് രാവും പകലും ഇരുന്ന് കട്ടയ്ക്ക് പണിയെടുക്കും. പൗലിക്കാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. കാരണം അവർ ഇത്രയും നാളും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ജോലി ചെയ്യുന്നത് പൗല് ഇതുവരെ കണ്ടിട്ടില്ല. പൗല് ഷോക്കായിട്ട് അങ്ങനെ കുറച്ചു നേരം അവരെ നോക്കി നിൽക്കും. മാത്രമല്ല ആ കപ്പലിനാണെങ്കിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോബ്ലം പോലും ഇല്ല. 100% പെർഫെക്റ്റ് ആയിട്ടാണ് അവരാ കപ്പല് അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ പൗല് അവന്റെ ടീമിനോട് പറയും, നമ്മുടെ ടാലന്റ് എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. സോ നമ്മളെ കൊണ്ട് കഴിയും പോലെ അടിപൊളിയായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവരും ഇപ്പൊ ഓരോരോ ജോലികളിൽ അങ്ങനെ ഏർപ്പെടുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലോങ് ഷോട്ടില് നമ്മുടെ ഗ്രാൻഡ്മയും കുഞ്ഞിപ്പെണ്ണും അവളുടെ പെറ്റും അവര് 3 പേരും ആ കപ്പലുണ്ടാക്കുന്നൊക്കെ നോക്കി അവർക്ക് ഫുൾ സപ്പോർട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഇവിടെ ഐസ്ബർഗ് അവൻ ആ ബ്ലൂ പ്രിന്റ് നോക്കി ചിരിക്കാനായിട്ട് ആരംഭിക്കും. ഫ്രാങ്ക് ചോദിക്കും, എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉടനെ ഐസ്ബർഗ് പറയും, പണ്ട് നീ ഒരുപാട് കപ്പലിന്റെ വേസ്റ്റുകളൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് വലിയ വലിയ കപ്പലുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആക്ച്വലി ആ കപ്പലുകൾ കാരണമാണ് അന്ന് ടോമിനെ നമുക്ക് നഷ്ടമായത്. അതേ നീ വർഷങ്ങൾക്ക് ശേഷം നിന്റെ പ്രതിജ്ഞ തകർത്ത് ഇപ്പൊ അടിപൊളി ഒരു ബാറ്റിൽ ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആക്ച്വലി എനിക്കിപ്പോ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ അഭിമാനമാണ് തോന്നുന്നത്. മാസ്റ്റർ ടോം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ കഴിവും കപ്പലൊക്കെ കണ്ട് ആൾ അത്ഭുതപ്പെട്ടേനെ. ഉടനെ ഫ്രാങ്കി അവൻ ഐസ്ബർഗിന്റെ വാക്കുകൾ കേട്ട് അങ്ങനെ സന്തോഷിച്ചു നിൽക്കും. ഇവിടെ ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ കാണുന്നത് സത്യമാണോ? ഫ്രാങ്കിയും ഐസ്ബർഗും ചേർന്ന് വലിയൊരു കപ്പൽ ഉണ്ടാക്കുന്നു. ഇതുവരെ കാണാൻ സാധിക്കാത്ത ഒരു അത്ഭുത കാഴ്ച. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഗ്രാൻഡ്മ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് ഫ്രാങ്കി അവൻ എപ്പോഴും ഭയങ്കര അഗ്രസീവ് ആയിട്ടായിരിക്കും കപ്പലുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഐസ്ബർഗിനാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല. അങ്ങനെ 150 പറഞ്ഞ് 100 പറഞ്ഞ് അവരെപ്പോഴും പൊരിഞ്ഞ അട്ടിയിടി ബഹളമാണ്. ഇവരുടെ ബഹളമൊക്കെ കണ്ട് ഗ്രാൻഡ്മ ദേഷ്യപ്പെട്ടു പറയും, ഇവരെ രണ്ടുപേരെയും അടിച്ചു പുറത്താക്കണം. എപ്പോഴും ബഹളമാണ്. ഇങ്ങനെ പോവാണെങ്കിൽ നല്ലൊരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പക്ഷെ ടോമിനാണെങ്കിൽ അതൊക്കെ അവരുടെ കുസൃതികളായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ആള് പറയും, ഇതൊന്നും നിങ്ങൾ ഇത്ര കാര്യമൊക്കെ എടുക്കേണ്ട കാര്യമില്ല. അവര് കുട്ടികളല്ലേ, ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവർ പരസ്പരം മനസ്സിലാക്കും. ഈ ലോകത്തിൽ തന്നെ നമ്പർ 1 ഷിപ്പ് റൈറ്റ്സുകളായി അവർ മാറിയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ടെൻഷനാണ്. അവൻ ഐസ്ബർഗിന്റെ കൈ പിടിച്ച് പറയും, ആക്ച്വലി ലൂഫി ആൻഡ് ടീം അവർ ഈ വേൾഡ് ഗവൺമെന്റിനെ തന്നെ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇപ്പൊ ഈ കപ്പൽ ഉണ്ടാക്കുന്നത് പോലും അവർക്ക് വേണ്ടിയാണ്. ഈ വാട്ടർ 7 സിറ്റിയിലെ മേയറാണ് നീ. മാത്രമല്ല ഗാലില കമ്പനിയുടെ CEO. സോ നീ ഇങ്ങനെയൊരു കപ്പൽ ഉണ്ടാക്കിയെന്ന് വേൾഡ് ഗവൺമെന്റ് അറിഞ്ഞ പണ്ട് ടോമിന് എന്ത് സംഭവിച്ചോ അതായിരിക്കും നിനക്ക് സംഭവിക്കുക. അത് കേട്ട് ഐസ്ബർഗ് അവൻ ചിരിക്കും. അങ്ങനൊന്നുമില്ല. പണ്ട് മാസ്റ്റർ ടോം പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? കപ്പൽ ഉണ്ടാക്കുന്നതിന് പൈററ്റ് കപ്പല്, നേവി കപ്പല് എന്നിങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. കപ്പല് അത് വെറും കപ്പല് തന്നെയാണ്. കപ്പലില് നേവി ഫ്ലാഗ് ഒട്ടിച്ച അത് നേവി കപ്പലായി മാറും. കപ്പലില് പൈററ്റ് ഫ്ലാഗ് ഒട്ടിച്ച അത് പൈററ്റ്സിന്റെ കപ്പലായി മാറും. സോ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. നീ എത്രയും പെട്ടെന്ന് ഇതിന്റെ വർക്ക് തീർക്കാൻ പറഞ്ഞ് ഐസ്ബർഗ് അവൻ കപ്പലിന്റെ അകത്തേക്ക് പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഐസ്ബർഗ് അവനിപ്പോ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് കപ്പൽ റെഡിയാക്കുകയാണ്. ടാങ്കിയെ കുറിച്ച് ഓർക്കുമ്പോ ഐസ്ബർഗിന് അത്ഭുതവും അതുപോലെ തന്നെ ചിരിയും വരും. കാരണം അവന്റെ ബോഡി സ്റ്റൈല്, പേര് അതൊക്കെ മാറിയെങ്കിലും ക്യാരക്ടറിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. പണ്ട് ടോമിനെ രക്ഷിക്കാൻ അവൻ എങ്ങനെ ട്രെയിനിന്റെ മുൻപിൽ ചാടിയോ അതേ മൈൻഡ് സെറ്റാണ് ഇപ്പോഴെന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് നമ്മുടെ ഫ്രാങ്കി അവനാണെങ്കിൽ ആ ട്രെയിൻ ഇടിച്ച് അങ്ങനെ തകർന്ന് വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പൊ ദൈവദൂതനെ പോലെ ഏതോ ഒരു കപ്പല് അവന്റെ അടുത്തേക്ക് വരും. അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ കപ്പലിലേക്ക് വലിഞ്ഞു കയറും. പക്ഷെ കപ്പലിലാണെങ്കിൽ ആരും ഉണ്ടാവില്ല. ഒരുപാട് സ്ക്രാപ്പുകൾ മാത്രമായിരിക്കും അതിലവന് കാണാൻ കഴിയുക. ഓൾറെഡി ഒരുപാട് പരുക്കുകൾ പറ്റിയതുകൊണ്ട് തന്നെ ഐസ്ബർഗ് അവൻ അങ്ങനെ ടയർഡായി താഴേക്ക് വീഴും. അതിനുശേഷം അവൻ അയൺ സ്ക്രാപ്പ് ഒക്കെ ഉപയോഗിച്ച് അവന്റെ ബോഡി അത് റീബിൽഡ് ചെയ്തു. പിന്നീട് ഐസ്ബർഗിനെ കാണാൻ വീണ്ടും തിരികെ എത്തി. പക്ഷെ ഐസ്ബർഗിനാണെങ്കിൽ അവനോട് ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൻ കാരണമാണ് മാസ്റ്റർ ടോം കൊല്ലപ്പെട്ടത്. പക്ഷെ അവന്റെ മനസ്സിനുള്ളിൽ മുഴുവൻ
ഫ്രാങ്കിയോടുള്ള സ്നേഹമാണ്. കട്ട് ചെയ്ത നമ്മുടെ ഉസോപ്പിനെ കാണിക്കും. ഉസോപ്പ് ആണെങ്കിൽ ദിവസങ്ങളെടുത്തുള്ള കൂലങ്കക്ഷമായ ചിന്തയിലാണ് എങ്ങനെ ലൂഫിയായിട്ട് പാച്ചപ്പ് ആവാം. അവൻ 53ാമത്തെ ടെക്നിക്കും ഇപ്പൊ അവന്റെ ഡയറിയിൽ എഴുതി വെച്ച് നൈസായിട്ട് വീട്ടിലേക്ക് വരും. അതിനുശേഷം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജനലിലൊക്കെ വലിഞ്ഞു കയറി അവൻ അകത്തേക്ക് നോക്കും. അവരെല്ലാവരും ഇപ്പൊ പരസ്പരം ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. ഉടനെ ഉസോപ്പ് അവനവന്റെ 34ാമത്തെ ടെക്നിക്ക് അത് ഉപയോഗിക്കാന്ന് പറഞ്ഞ് ടെറസിന് മുകളിലേക്ക് പോവും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വലിയ ശബ്ദത്തിൽ തുമ്മും. ഉടനെ നാമി അവളിപ്പോ അവിടേക്ക് വരും. ഉസോപ്പ് ആണെങ്കിൽ നാമിയെ കണ്ട് ഇതാണ് പറ്റിയ അവസരം, ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റ് അത് ഇവിടെ ഉപയോഗിക്കാന്ന് പറഞ്ഞ് വമ്പൻ ഡയലോഗ് അടിക്കാൻ തുടങ്ങും. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നാമി കർട്ടനും വലിച്ചിട്ട് ലൈറ്റ് ഓഫാക്കി അവിടുന്ന് പോയെന്നുള്ള കാര്യം അവൻ കാണാം. ഓക്കെ, കുഴപ്പമില്ല, അടുത്തൊരു ഐഡിയ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അവരുടെ കൂടെ കയറി പറ്റണം. കാരണം ഫ്രാങ്കിയും ഐസ്ബർഗും ചേർന്ന് അടിപൊളി കപ്പൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കപ്പലില് എനിക്കും ട്രാവൽ ചെയ്യണം. എങ്ങനെയെങ്കിലും അവരോട് പാച്ചപ്പായേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടന്നു പോവും. കട്ട് ചെയ്ത ഐസ്ബർഗും ഫ്രാങ്കിയും ഇവിടെ നിർത്താതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഉടനെ പൗലി അവനാണെങ്കിൽ അവന്റെ ടീമുമായിട്ട് അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് അവിടേക്ക് വരും. അതിനുശേഷം എല്ലാവരും വട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഐസ്ബർഗ് ഫ്രാങ്കിയോട് ചോദിക്കും, ഈ ഒരു കപ്പല് അതുണ്ടാക്കി കഴിഞ്ഞ് ഇവിടെ തന്നെ നിൽക്കാനാണോ അതോ മറ്റെവിടേക്കെങ്കിലും പോകാനാണോ നിന്റെ പ്ലാൻ? ഉടനെ ഫ്രാങ്കി പറയും, ഇത്രയും കാലവും ഞാൻ എവിടേക്കോ അലഞ്ഞു നടന്നു, ഇനി എനിക്ക് എന്റെ ഐലാൻഡിൽ നിൽക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. എന്നിട്ട് വീണ്ടും ആ കപ്പലില് ഓരോരോ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ മുഴുകി നിൽക്കുകയാണ്. ഫ്രാങ്കിയുടെ മനസ്സിൽ മുഴുവൻ ലൂഫി ആൻഡ് ടീം തന്നെയാണ്. അവർക്ക് വേണ്ടി അവർ ആ ഗവൺമെന്റിനെ മുഴുവൻ വെല്ലുവിളിച്ചതും അവരുടെ കപ്പൽ തകർന്നു പോയതും അങ്ങനെ എല്ലാം ഓർത്ത് ഒരുപാട് വിഷമിച്ചു നിൽക്കും. പക്ഷെ കുഴപ്പമില്ല, അവരെ പോലെ ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഈ ഒരു കപ്പല് അത് കൊടുക്കാൻ സാധിക്കുമല്ലോ എന്നൊരു സന്തോഷത്തിലാണ് ഫ്രാങ്കി ഇപ്പോ. ഇവിടെ സോംബയ്ക്കാണെങ്കിൽ ഫ്രാങ്കിയുടെ ആവേശവും അവന്റെ ഹാർഡ് വർക്ക് ഒക്കെ കണ്ട് അത്ഭുതം തോന്നും. പൗലയും ടീമും ആണെങ്കിൽ ഒരുപാട് നേരം അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്ത് ഇപ്പൊ ഓരോരുത്തരായി ഉറക്കം വന്ന് മയങ്ങി വീഴാൻ തുടങ്ങും. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ അവൻ അപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം ഐസ്ബർഗും ഫ്രാങ്കിയും അവർ രണ്ടുപേരും മാത്രമാണ് ഇപ്പൊ ആ കപ്പലിൽ നിർത്താതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവിടെ ഗ്രാൻമയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷമാണ്. അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇവർ രണ്ടുപേരും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കാണുക എന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് ആവും. അപ്പോഴും അവർ നിർത്താതെ ജോലി ചെയ്യും. ഇവിടെ നാമി ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി ആ ലോക്ക് പോസ് കാണിച്ചു കൊടുക്കും. അവർക്ക് അടുത്തായിട്ട് പോകണ്ട ഐലാൻഡിലേക്കുള്ള വഴി അതിൽ സെറ്റായി കഴിഞ്ഞു. ഇനി ഒരു കപ്പൽ മാത്രം കിട്ടിയാൽ മതി അവർക്ക് അടുത്ത സെക്കൻഡ് ഇവിടുന്ന് പോകാം. ഗ്രാൻഡ്മയാണെങ്കിൽ നാമിയോട് ചോദിക്കും, അടുത്ത് നിങ്ങൾക്ക് പോകേണ്ട ഐലാൻഡ് അതെവിടേക്കാണെന്ന് അറിയോ? ഉടനെ നാമി അവളിപ്പോ ആ ലോക്ക് പോസ്റ്റിലേക്ക് നോക്കും. അറിയില്ല, പക്ഷെ ഇത് കാണിക്കുന്നത് താഴേക്കാണ്. ഉടനെ ഗ്രാൻഡ്മ അവരാ ലോക്ക് പോസ്റ്റ് നോക്കി പറയും, ഇനി നിങ്ങൾക്ക് പോവേണ്ടത് കടലിനടിയിലേക്കാണ്. ആ ഐലാൻഡാണ് ഫിഷ്മാൻ ഐലാൻഡ്. നാമിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. കാരണം ഫിഷ്മാൻ ഐലാൻഡിലുള്ളവരാണ് ഒരുപാട് വർഷക്കാലമായി അവളുടെ ഐലാൻഡിലുള്ളവരെ പിടിച്ചു വെച്ചത്. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷാവും. കാരണം അവിടെ ഒരുപാട് യങ് ആയിട്ടുള്ള മർമൈഡുകളൊക്കെ ഉണ്ട്. ഉടനെ ഗ്രാൻഡ്മ അവരിപ്പോ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നാമിയുടെ കയ്യിൽ കൊടുക്കും. നിങ്ങൾ അവിടേക്ക് പോവേണ്ടത് പ്രത്യേക ട്രയാങ്കിൾ അത് ക്രോസ് ചെയ്തിട്ടാണ്. അവിടെ വെച്ച് ഇപ്പൊ ഓൾറെഡി ഒരുപാട് കപ്പലുകൾ കാണാതായി കഴിഞ്ഞു. സോ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ആ ഒരു ട്രയാങ്കിൾ വഴി ഐലാൻഡിലേക്ക് പോകുമ്പോ വർഷത്തിൽ മിനിമം 100 കപ്പലാണ് അവിടെ വെച്ച് കാണാതായി പോയിട്ടുള്ളത്. പക്ഷേ അതിൽ ചില കപ്പലുകളൊക്കെ ആൾക്കാരില്ലാതെ തിരികെ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കപ്പലുകളെ ഗോസ്റ്റ് കപ്പൽ എന്നാണ് എല്ലാവരും വിളിക്കുക. നാമിക്കും നമ്മുടെ ആൾക്കാർക്കും അത് കേട്ട് പേടിയാവാൻ തുടങ്ങും. ഗ്രാൻഡ്മ ആണെങ്കിൽ വിടാതെ സ്പെഷ്യൽ എഫക്റ്റ് ഒക്കെ കൊടുത്ത് അവരോട് പറയും. ഉടനെ റോബിൻ അവൾക്ക് കാര്യം പിടികിട്ടും. അവൾ നൈസായിട്ട് അവൾ നാമിയുടെ അടുത്തേക്ക് വന്ന് നാമിയോട് പറയും, അവിടെ ഒരുപാട് ആൾക്കാർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നിധി ഉണ്ടാവും. ആർക്കും അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ നിധി മുഴുവൻ നമുക്ക് സ്വന്തമാക്കാം. അത് കേൾക്കേണ്ട താമസം നാമി അവൾ ആക്റ്റീവ് ആവും. അങ്ങനെ ഹാപ്പിയായി എല്ലാവരും അവിടേക്ക് പോകാൻ തയ്യാറെടുക്കും. അപ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണും ആ സ്ക്വയർ തലയുള്ള പെമ്പിള്ളേരും. അവര് പറയും, നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തയ്യാറായി ഗാലില കമ്പനിയിലേക്ക് വരണം. നിങ്ങളുടെ കപ്പല് അത് റെഡിയായി കഴിഞ്ഞു. ആ ഒരു ന്യൂസ് കൂടെ ആവുമ്പോ നമ്മുടെ ആൾക്കാർ ഡബിൾ ഹാപ്പി ആവും. പക്ഷെ എന്താ,
ഫ്രാങ്കി പൈററ്റ്സ് അവരവിടേക്ക് വന്ന് ഇപ്പൊ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ കൊടുക്കും. അവരൊത്തിരി വിഷമത്തിൽ പറയും, നിങ്ങളുടെ 7 പേരുടെയും തലയ്ക്ക് ഇപ്പൊ ബൗണ്ടി എമൗണ്ട് ഇട്ട് കഴിഞ്ഞു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ട്രിപ്പിൾ ഹാപ്പി ആവും. അവർക്ക് അതിലും വലിയൊരു പബ്ലിസിറ്റി ഇനി കിട്ടാനില്ല. ലൂഫിക്കാണെങ്കിൽ 300 മില്യൺ ബെറീസ്, സോറോയ്ക്ക് 120 മില്യൺ, നാമിക്കാണെങ്കിൽ 16 മില്യൺ, ചോപ്പറിന് 50, റോബിന് 80, സാഞ്ചിക്കാണെങ്കിൽ 77, അവസാനമായിട്ട് ഫ്രാങ്കിക്ക് പോലും 44 മില്യൺ ബൗണ്ടീസ് ഗവൺമെന്റ് ഇട്ട് കഴിഞ്ഞു. ഇനി ഫ്രാങ്കി വാട്ടർ 7-ൽ തന്നെ ചുറ്റിത്തിരിയാണെങ്കിൽ ഉറപ്പായിട്ടും ഗവൺമെന്റ് ടീം അവനെ പിടിച്ചുകൊണ്ട് പോവും. ഉടനെ ഫ്രാങ്കി ടീംസും പറയും, ദയവ് ചെയ്ത് ഫ്രാങ്കിയെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം. അത് കേട്ട് നമ്മുടെ ആൾക്കാർ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.